ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ഇടവകാരി ഡോക്ടർ അനീഷ് പി അച്ഛൻ, ഇടവകയുടെ ചുമതലക്കാരൻ, ഇടവക വൈസ് പ്രസിഡന്റ്, ഇന്ന് ദൈവവചനം കേൾപ്പിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹമാണ്. പ്രകാരം ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ മാസം 30-ാം തീയതി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ വിരമിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 3-ാം തീയതി ഇന്നേക്ക് ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് ഒരു വിളി വരും. അതിന് മുഖാന്തരമായത് പ്രിയ സാംസൺ കുടുംബവുമാണ്. എന്നാൽ ഈ ഒരു വിളി ലഭിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു. ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് മൈ ലൈഫ്, അതിനെക്കുറിച്ചൊരു ദിശാബോധം നൽകാൻ ദൈവം തമ്പുരാൻ അകലെ നിന്ന് വിളി. അതുകൊണ്ട് ഇത്രയും ദൂരമുണ്ടെങ്കിൽ, ഇത്രയും തിരക്കുണ്ടെങ്കിൽ രണ്ടാമത് ഒരു വലിയ ചിന്തയ്ക്കൊന്നും ഞാൻ ഇടം കൊടുത്തില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനിച്ചു വൈകുന്നേരം നേരെ വിളിച്ചതിന് മറുപടി പറയുക. തമ്പുരാന്റെ ശബ്ദമായി ഞാൻ അതിനെ കാണും. ശിഷ്ടമുള്ള കാലം തമ്പുരാനെ ഉയർത്തുവാനായിട്ട് ദൈവം തരുന്ന അവസരങ്ങൾ വിനിയോഗിക്കാൻ എനിക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ പ്രിയ ഇടവകയിൽ നിന്ന് ഇടവശത്തിൽ ലഭിച്ച പുള്ളിയെ ഞാൻ കാണും. ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ അനേക മുഖങ്ങൾ എനിക്ക് പരിചയമുള്ളതും പ്രിയപ്പെട്ടതും, എന്നോടൊപ്പം കൂട്ടായ്മ പങ്കുവച്ചവര്, മുട്ടുമടക്കിയവര്, കരങ്കോർത്ത് പ്രാർത്ഥിച്ചവര്, ഒരുമിച്ചിരുന്ന് ദൈവവചനം പഠിച്ചവര്, അങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങളിൽ കൂടി കഴിഞ്ഞ നാളുകളിൽ ഒരുമിച്ച് ദൈവം അനുഭവിച്ച പല പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ സൺഡേ സ്കൂളിന്റെ പ്ലാറ്റ്ഫോമിൽ, ഇടമിഷന്റെ പ്ലാറ്റ്ഫോമിൽ, സെൻട്രൽ തലങ്ങളിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ. ഇവർ ആദ്യ നാളുകളിൽ യുവജന സംഘത്തിന്റെ പ്ലാറ്റ്ഫോമിൽ സെൻട്രൽ പ്രിയ ബാബുജി ജോർജും കുടുംബവും ഒക്കെ 96-ൽ ഞാൻ എത്തി, 97-ൽ കർത്താവിനെ കണ്ടുമുട്ടി ഈ ശുശ്രൂഷയിലേക്കൊക്കെ വന്ന കാലം മുതൽ അറിയാം. എന്നാൽ കൂടുതൽ ഊഷ്മളമായത് ഈ മരുവിലെ മരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു അപരിചിതത്വം, ഒരു സ്ട്രെയിഞ്ച് ഫീലിംഗ് ഇവിടെ നിൽക്കുമ്പോഴില്ല. ഞാൻ എൻ്റെ ഭവനത്തിൽ നിൽക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ യൗവനപ്രായത്തിൽ പഠനത്തിനും ജോലിക്കുമായിട്ട് വടക്കേന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൊച്ചുമോളായിരുന്ന കൊച്ചുമോൾ, ഇപ്പം നിങ്ങളൊക്കെ ബോംബെയിലെ കൊച്ചുമോളെന്നാണ്, എന്നാൽ നെടുങ്കണ്ടം ക്രിസ്തോസിൽ ഞങ്ങളുടെ കൊച്ചുമോൾ ഇന്നിവിടെ നിന്ന് ദൈവവചനം വായിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. അതുപോലെ പ്രിയപ്പെട്ട ബിജു സൺഡേ സ്കൂളിൽ എൻ്റെ വളരെ ജൂനിയറായിട്ട് ഒരേ കാര്യങ്ങൾ നെടുങ്കണ്ടം ക്രിസ്തോസിന്റെ സൺഡേ സ്കൂളിൽ പഠിച്ചു. പ്രിയപ്പെട്ട ബിജു ഇടവമിഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ദൈവത്തെ ആരാധിച്ച് നിൽക്കുന്നു. എൻ്റെ ദേശത്ത് കർത്താവ് ദേശത്തെ മറന്നിട്ടില്ല. ചിത്രി പാർക്കുന്നവർക്കൊക്കെ അവിടെ നിന്ന് ലഭിച്ച കൃപകളെ നിറച്ചുവാൻ ദൈവം സഹായിക്കുന്നു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കും. കാരണവാനും ക്രമനിറഞ്ഞവരുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവേ, ഈ ദിവസത്തിന്റെ ഈ സന്ധ്യയിൽ അവിടുത്തെ മക്കളാൽ ഞങ്ങൾക്ക് ഈ ആലയത്തിന്റെ ഉള്ളിൽ നിന്റെ വാദങ്ങൾക്ക് ചുറ്റുമിരുന്ന് അല്പസമയം നിന്നെ പാടി ആരാധിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം തമ്പുരാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഒരു പുതിയ വർഷത്തിലേക്ക് ഇടവക പ്രവേശിക്കുമ്പോൾ നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ കൃപ പ്രാപിച്ച് സമർപ്പണത്തോടെ നിന്റെ മക്കൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗം മാനിക്കണം. കർത്താവേ, തിരുവചനത്തിൽ കൂടെ ഹൃദയങ്ങളോട് അവിടെ നിലപെടുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബലഹീനായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒറ്റയ്ക്ക് ഇവിടെ നിർത്തരുതേ കർത്താവേ. ദൈവം തമ്പുരാനെ ഒരു സാന്നിധ്യം കൊണ്ട് നിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് അവിടെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന്
ഫലിക്കുന്നതായ അത് മൂന്നേരി ഫലങ്ങളായിപ്പാൻ നിന്റെ ആത്മാവിന്റെ ശക്തിയെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇടവകെ അവിടുന്ന് അനുഗ്രഹിക്കും. കടന്നുവന്ന ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. ശുശ്രൂഷകളെ വാഴ്ത്തി തുറന്നുള്ള ദിവസങ്ങളിലെ കൺവെൻഷനെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കും. നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അനീഷിച്ചനെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കും. കർത്താവെ എല്ലാവരും തമ്പുരാനെ അനുഗ്രഹിച്ച് പുതിയ വർഷക്കാലം പുതിയ കൃപകളുടെ അനുഭവങ്ങളെ പറഞ്ഞ മഹത്വപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന ധ്യാനത്തിന് ഒരു തലക്കെട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാപദ്ധതി, ദ സാൽവേഷൻ പ്രോസസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രക്ഷാപദ്ധതി. ഇതിന് ആമുഖമായ ഒരു വാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കണ്ട. അത് ഇപ്രകാരമാണ്. ലൂക്കോസ് 19:10. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. Son of Man came to seek and save the lost. സക്കായി സംഭവത്തിന്റെ സമാപന വാക്യമായിട്ടാണ് ഈ ഭാഗം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വാക്യത്തിന്റെ ആശയം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഈ ആശയത്തിന് ഓട്ടം വരാതെ പഴയത്തിന്റെ ഒരു സംഭവം അതിനെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഒന്ന് വിശകലനം ചെയ്ത് ദൈവത്തിന്റെ രക്ഷാപദ്ധതി ഒന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പഴയ നിയമ സംഭവത്തെ മനസ്സിലാക്കുവാൻ ഒരു ആധാരവാക്യം അത് 2 സാമുവേൽ chapter 9:1. ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ ആദ്യത്തെ വാക്യം 2 സാമുവേൽ 9:1 വായിച്ചിട്ട് അനന്തരം ദാവീദ് ഞാൻ യോനാഥാൻ നിമിത്തം ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഭവനത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുമോ എന്ന് അന്വേഷിച്ചു. Now David said, is there anyone still remaining in the house of Saul that I may show them kindness for the sake of Jonathan? ഈ ഒരു വാക്യം, ഈ ഒരു വേദഭാഗം ഇത് ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ മുഴുങ്ങിയ ഒരു ശബ്ദമുണ്ട്. എന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഈ ലോകത്തിന്റെ പാപാന്ത കാലത്തിൽ ദയ ലഭിക്കേണ്ടതിന് ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? എന്റെ പുത്രനായ യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ പാപാന്ത കാലത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? ഇന്ന് ഈ വചനം നാം ധ്യാനിക്കുമ്പോൾ എന്റെ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു പ്രാർത്ഥന ഇതായിരിക്കണം. തന്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവം താൻ ദയ കാണിക്കേണ്ടതിന് ഈ അരയിൻ പട്ടണത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? തന്റെ പുത്രനായ യേശു ക്രിസ്തു നിമിത്തം ദൈവം താൻ ദയ കാണിക്കേണ്ടതിന് അല്ലെങ്കിൽ മാർത്തോമാരുടെ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? ഇന്ന് ഈ വചനം കേൾക്കുന്നതിൽ ആരെങ്കിലും ഈ ദയ ലഭിക്കേണ്ടതിന് ശേഷിച്ചിരിക്കുന്നു? പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ലോർഡ് സ്പീക്ക് ടു മീ. കർത്താവേ, എന്റെ ഹൃദയത്തെ ഒന്ന് തൊടണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തെ ധ്യാനിക്കാം. ഈ ഒരു ഭാഗം ഞാൻ ധ്യാനിക്കാനായിട്ടാണ് ഇന്ന് പാഠമായിട്ട് ആ ഒരു ഭാഗം വായിപ്പിച്ചത്. അപ്പോൾ അതിന്റെ ആശയത്തെ മനസ്സിലാക്കാൻ, ഉള്ളടക്കത്തെ മനസ്സിലാക്കാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു. ശൗലിന്റെ കാലശേഷം ദാവീദ് യഹൂദ ഗോത്രത്തിന് മാത്രമായിട്ട് ഹെബ്രോനിൽ രാജാവായി. ശൗൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ സ്വന്തം വാളിൽ വീണ് മരിച്ചു. മകൻ യോനാഥാൻ കൊല്ലപ്പെട്ടു.
ദേശം അനാഥമായി കഴിഞ്ഞ സമയത്ത് ശൗലിന്റെ സേനാപതി അബ്നേർ, ശൗലിന്റെ മറ്റൊരു മകൻ ഈശോശേത്തിനെ 11 ഗോത്രങ്ങൾക്ക് ഇസ്രായേലിന്റെ രാജാവ്, ഹെബ്രോനിൽ ദാവീദ് രാജാവ്, ഇസ്രായേലിൽ ഈശോശേത്ത് രാജാവ്. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചു വന്നു. പൊതുവെ ബലഹീനനായ ഒരു മനുഷ്യൻ ഈശോശേത്ത് നിർബന്ധപൂർവ്വം രാജാവാണ്. ഒരു ദിവസം തന്റെ കിടക്കമേൽ വിശ്രമിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ തന്റെ പടനായകന്മാർ തന്നെ വന്ന് അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തി. വീണ്ടും ഇസ്രായേൽ ദേശം അന്യാധീനപ്പെട്ടു. നാഥനില്ലാത്ത അനുഭവത്തിൽ ജനം വീണ്ടും ദാവീദിന്റെ അടുക്കലെത്തി. ദാവീദേ, നീ ഞങ്ങൾക്ക് രാജാവാണ്. ശൗൽ ഭരിക്കുമ്പോഴും നീയാണ് കാര്യാദികളെ നടത്തിയത്, നീയാണ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് രാജാവാണ്. ദാവീദ് ദൈവത്തിന്റെ ആലോചന ചോദിച്ച് 12 ഗോത്രങ്ങൾക്കും കൂടെ രാജാവായി. ജനം ദൈവാലോചനയായി ദാവീദിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. അങ്ങനെ ഭരണം ഹെബ്രോനിൽ നിന്നും യെരുശലേമിലേക്ക് മാറ്റപ്പെട്ടു. ചുറ്റുമുള്ള ജാതിരാജ്യങ്ങളെ കീഴടക്കി ദേശത്ത് സമൃദ്ധിയും സ്വസ്ഥതയും എത്തിയ ദാവീദ് സ്വസ്ഥതയോടെ രാജ്യം ഭരിക്കുമ്പോൾ നാളുകൾക്ക് മുമ്പ് യഹോവയുടെ നാമത്തിൽ തന്റെ ആത്മമിത്രമായിരുന്ന യോനാഥാനുമായി ചെയ്ത ഒരു ഉടമ്പടിയെ ഓർത്തു. യഹോവയെ സാക്ഷിയാക്കി തന്റെ ആത്മമിത്രം യോനാഥാൻ, ശൗലിന്റെ മകൻ യോനാഥാനുമായി ചെയ്ത ഒരു ഉടമ്പടിയെ ഓർത്തു. വായിച്ചാട്ടെ, 1 സാമുവേൽ chapter 20 verses 14 to 17. 1 ശമൂവേൽ 20:14 മുതൽ 17. ഞാൻ ഇനി ജീവനോടിരിക്കുകയാകുന്നുവെങ്കിൽ ഞാൻ മരിക്കാതെന്നും യഹോവയുടെ ദയ നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല, എന്റെ ഗൃഹത്തോടും നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. യഹോവ ദാവീദിന്റെ ശത്രുക്കളെ ഒട്ടഴിയാതെ ദൂരത്തുനിന്ന് ഛേദിച്ചു കളയും കാലത്തും അറ്റുപോകരുത്. യോനാഥാൻ പറയുന്നു, എനിക്കറിയാം എന്റെ അപ്പൻ നീക്കപ്പെടും, നീ രാജാവ്, ഞാൻ ജീവനോടെ ഇരുന്നാൽ നിന്റെ ദയ എന്നെ വിട്ടുമാറുന്നത് എന്റെ തലമുറയിൽ നിൽക്കണം. എന്റെ കാലശേഷവും ഈ ദയ എങ്കിൽ നിന്നും എന്റെ ഗൃഹത്തിൽ നിന്നും വിട്ടുമാറുന്നത്. എന്നിട്ട് അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, തന്റെ സ്നേഹം നിമിത്തം വീണ്ടും ദാവീദിനെ കൊണ്ട് ആ സത്യം ചെയ്യിപ്പിച്ചു. എന്നിട്ട് 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ സാക്ഷി, ദൈവത്തെ സാക്ഷിയാക്കി യോനാഥാനും ദാവീദും ചെയ്ത ഒരു ഉടമ്പടി. Based on this mutual covenant, David announced, is there anyone still remaining in the house of Saul, so that I can show the kindness for the sake of Jonathan? ഈ ഒരു കവനന്റിനെ ഓർമ്മിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അനൗൺസ്മെന്റ് അവിടെ നടത്തിയത്. യോനാഥാൻ ദയ കാണിക്കാൻ ആരെങ്കിലും ശേഷിച്ചിരിക്കും? ചരിത്രത്തിൽ ഏകദേശം 3000 വർഷങ്ങൾക്കപ്പുറം നടന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കവനന്റ്. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദാറ്റ് കവനന്റ് ഇൻ പ്രസന്റ് ഡേ? നമ്മുടെ മധ്യത്തിൽ ഈ ഒരു പഴയ ഉടമ്പടി ഇങ്ങനെ വിസ്തരിച്ചിട്ട് കാര്യമുണ്ട്. To understand the relevance of that covenant, theologically a complex tool I am using to explore it. നമുക്കറിയാം, പാരബിൾ, ഉപമ, കർത്താവിന്റെ സുവിശേഷ ഭാഗങ്ങളിൽ ഉപമകളിൽ കൂടി തന്റെ മൂല്യം, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. മെറ്റഫർ, രൂപകങ്ങൾ, പ്രവാചകന്മാർ തങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ദൈവിക ദർശനങ്ങൾ, വെളിപാടുകൾ ഇതൊക്കെ അറിയിക്കുവാൻ ആ ഒരു മെത്തേഡ്, രൂപകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. But here the method we are using is an allegorical interpretation method. It is complex, അല്പം സങ്കീർണമാണ്.
എന്താ ഈ അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്? വചനത്തിന്റെ അന്തസത്തയ്ക്ക് കോട്ടം വരാതെ, വചനത്തിന്റെ അന്തസത്തയ്ക്ക് കോട്ടം വരാതെ ഭാവനാ സങ്കല്പങ്ങളായിട്ടുള്ള സാദൃശ്യങ്ങളിൽ കൂടി ഇണവാക്യങ്ങളുടെ പിൻബലത്തിൽ ദൈവവചനത്തെ വിശകലനം ചെയ്ത് പഠിക്കുന്ന രീതിയാണ്. ദിസ് ഈസ് ലിറ്റിൽ കോംപ്ലക്സ്. അശ്രദ്ധ വന്നാൽ ദൈവം ചോർന്നു പോയാൽ വചനത്തിന് കോട്ടം വരും, നമ്മൾ തെറ്റായ ഉപദേശങ്ങളിലേക്ക് പോയിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഏറിയ കൃപയോടുകൂടി ഈ പഴയ നിയമഭാഗത്തിൽ നിന്ന് കർത്താവിന്റെ രക്ഷാപദ്ധതിയെ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കും. ഇനി 2 സാമുവേൽ 9:1-5 ഇവിടെ യോശുവ വായിച്ചിട്ടുണ്ട്. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗൃഹത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു വൃദ്ധനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയനെന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടങ്ങായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദെബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദെബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. The stakeholders of salvation. കർത്താവിന്റെ രക്ഷാപദ്ധതി നമുക്കറിയാം. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവാം ദൈവം, പിന്നെ പാപം ചെയ്ത് അന്യപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മനുഷ്യൻ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് സാൽവേഷൻ, ഈ 4 കൂട്ടർ. നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗത്ത്, പഴയ നിയമഭാഗത്ത് നമുക്ക് 4 വ്യക്തിത്വങ്ങളെ കാണാം. ദാവീദ് പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത്, യോനാഥാൻ പുത്രനായ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത്, കാര്യസ്ഥൻ സീബ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത്, 2 കാലം ഉണ്ടെന്നുള്ള ലോദേബാരിൽ ഒളിച്ചു പാർക്കുന്ന മെഫിബോശത്ത്, ദൈവത്തോടുള്ള ശത്രുതയിൽ ജീവിക്കുന്ന, പാപത്തിന്റെ അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ പ്രതിനിധി. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഏറ്റെടുക്കണമെന്നല്ല. ദൈവവചനത്തെ വിവേചിപ്പാൻ ദൈവവചനത്തിൽ തന്നെ മാർഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം എന്ന് വായിച്ചാൽ, യെശയ്യാ 34:60. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചു നോക്കാനല്ല, വായിച്ച് അന്വേഷിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെ ഇരിക്കില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തുന്നു. ദൈവവചനത്തിൽ ആഗ്രഹത്തോടെ അന്വേഷിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട കൃപയുടെ വചനങ്ങൾക്ക് ഇണവാക്യങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അവന്റെ ആത്മാവാണ് അവയെ കൂട്ടിവരുന്നത്. അതുകൊണ്ടാണ് ഏറിയ കൃപയോടും ആത്മശക്തിയോടും വേണം ഈ കാര്യത്തെ നിർവഹിക്കുവാൻ. അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അന്തസത്തയ്ക്ക് കോട്ടം വരും. The word will be distorted. Here the word is saying, yes, you seek with all your heart, you will find the prayer words. നമുക്ക് നോക്കാം. ദാവീദിലും യോനാഥാനിലുമുള്ള പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും. അതിനുവേണ്ടി 1 ശമൂവേൽ 18-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. പിന്നെ യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. അതിന്റെ പശ്ചാത്തലം, ഗോലിയാത്തിന്റെ തലയറുത്ത് അവന്റെ വാളുമായിട്ട് ശൗലിന്റെ മുമ്പിൽ ഒരു ബാലൻ, കൗമാരക്കാരൻ ദാവീദ് എത്തിയിരിക്കുകയാണ്. കൊട്ടാരത്തിൽ കുമാരൻ രാജാവിന്റെ പുറകിൽ
പടിവാദത്തിൽ നിൽക്കുകയായിരിക്കാം, പിൻവാദം. അപ്പനോട് ഇതെല്ലാം സംസാരിക്കുന്നത് സാന്ത്വനം കേട്ട യോനാഥാൻ ഒരു വ്യവസ്ഥയും ഇല്ലാതെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. അവന്റെ മനസ്സ് ദാവീദിനോട് പറ്റിച്ചേർന്നതാണ്. ഇന്റഗ്രലായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതിന്റെ പ്രത്യുപകാരത്തിലല്ല, അതിനു മുമ്പ് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല, എന്നാൽ അവർ പറ്റിച്ചേർന്ന് ഒന്നായി നിൽക്കുന്ന ഒരനുഭവം. ഇത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശു കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങളെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുവാനായിട്ട് സാധിക്കും. മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു ലോകത്തിനു വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി, ശിഷ്യന്മാരുടെ വചനം കേട്ട് ഇനിയും വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടി. ആ പ്രാർത്ഥന 17-21 വാക്യം അവസാന ഭാഗം വായിച്ചു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിൽ ആകേണ്ടതിന് തന്നെ. അപ്പോ പിതാവും കർത്താവും തമ്മിലുള്ള ബന്ധമാണ്. നീ എന്നിലും ഞാൻ നിന്നിലും. പഴയ നിയമത്തിൽ നാം ഇവിടെ കണ്ട ഒരു കാര്യം, 2 ഹൃദയങ്ങൾ. എങ്ങനെയായിരുന്നു? യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു, സ്വന്തം പ്രാണനെ പോലെ ചേർന്ന് നിൽക്കുന്നു. മഹാപുരോഹിത പ്രാർത്ഥന 23 വാക്യത്തിലും വീണ്ടും തമ്പുരാനും കർത്താവും നമ്മളുമായിട്ടുള്ള ബന്ധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ച് 23 വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. യേശു കർത്താവിന്റെ സാക്ഷ്യമാണ്. നീ എന്നിലും ഞാൻ എന്നിലും നാം ഒന്നായിരിക്കുന്നത് പോലെ. ഇപ്പോ അതിന്റെ ഒരു റിസംബ്ലൻസ് പഴയ നിയമഭാഗത്ത് ദാവീദിന്റെയും യോനാഥാന്റെയും ജീവിതത്തിൽ നമ്മളിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടണം. നമുക്ക് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അക്കങ്ങളിട്ട് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതലുള്ള വാക്യം. ഇവിടെ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടത് അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ ആര് നിമിത്തം നമുക്ക് രക്ഷ നൽകിയത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതലുള്ള വാക്യം വായിച്ചാൽ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചെന്നല്ല, നമ്മെ ക്രിസ്തു നിമിത്തം അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ നിമിത്തമായത് ക്രിസ്തു. അടുത്ത വാക്യം, 5-ാം വാക്യം. തിരുവചനത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. യേശുക്രിസ്തു മുഖാന്തരം നാം ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി മതി. എനിക്ക് പ്രിയനായവനിൽ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. ഞാൻ നിന്നിലും നീ എന്നിലും ഒട്ടി നിൽക്കുന്ന 2 പേർ. അതിൽ തമ്പുരാൻ പറയുന്നു പ്രിയനായ കർത്താവിൽ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. വീണ്ടും 7-ാം വാക്യം. അവനിൽ നമുക്ക് അവരുടെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തു നിമിത്തം അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട്. നീ 11-ാം വാക്യം. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. മതി. അവനിൽ നാം അവകാശം പ്രാപിച്ചു. ഇത് പുതിയ നിയമത്തിലെ പൗളിയൻ തിയോളജി. എഫേസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി ആ രക്ഷയുടെ ഓരോ സ്റ്റെപ്സിനെയും വിവരിക്കുമ്പോൾ ക്രിസ്തു നിമിത്തം ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ ആക്കിയെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ദാവീദ് പറയുന്നു യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടത് ആരെങ്കിലും ശേഷിക്കുന്നു. അപ്പോൾ നമ്മൾ വചനത്തിന്
കൃപയാൽ നാം ദൈവാത്മാവിൽ സഞ്ചരിച്ച് ഇവിടെ ദൈവത്തിന്റെയും പുത്രനായ ക്രിസ്തുവിന്റെയും നിഴലുകളെ ദാവീദിലും യോനാഥാനിലും കണ്ടെത്തി. ഇനി ഈ ശേഷിച്ചിരിക്കുന്ന ഭാഗത്ത് രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ആരൊക്കെയാണ്? കാര്യസ്ഥനായ ശീലയും രണ്ടു കാലം ഉടനുള്ള ഒളിച്ചു പാർക്കുന്ന മൊഫീബോശെത്തും. നമുക്ക് ഇവരുടെ ഷാഡോസിനെ ഒന്ന് മനസ്സിലാക്കാം. അതിന് ഫസ്റ്റ് മൊഫീബോശെത്ത് അദ്ദേഹത്തിന്റെ വേറെ ബോക്സ് മനസ്സിലാക്കുവാൻ ഒന്ന് വായിച്ചാൽ 2 സാമുവേൽ chapter 4 verses 4. ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലം മുതലായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിലെ ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവന് രാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൻ കത്തുകൊണ്ട് ഓടുമ്പോൾ അവൻ വീണ് കുലത്തനായി പോയി. അവന് മെഫീബോശെത്ത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ബിഗിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. 5 വയസ്സ് പ്രായത്തിലാണ് അപ്പനും വല്യപ്പനും മരിച്ചവരോ അറിയുന്നത്. അപ്പോൾ കൊട്ടാരം പിടിക്കപ്പെടുന്നു. ഫിലിസ്തീനയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചു എന്ന് വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ആയ രാത്രി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിയതാണ്. കയ്യിൽ നിന്ന് വീണ് 2 കാലും ഉടന്താണ്. ശേഷം അന്ന് ഈ സ്പെഷ്യത്തിനെ രാജാവായി വാഴിച്ചു കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ ഒരു ആശ്രിത ബാലനായിട്ട് വളർന്നവന് വീണ്ടും ചിറ്റപ്പനും കൊല്ലപ്പെട്ടു. ഈ സ്പെഷ്യത്തിനെ സേനാനായകന്മാർ കൊന്നു കഴിഞ്ഞപ്പോൾ ഭയം. അപ്പുറത്ത് രാജാവായിരിക്കുന്ന ദാവീദാണ്. ജനം ചെന്ന് ദാവീദിനെ രാജാവാക്കിയിരിക്കുകയാണ്. നമ്മൾ കണ്ടായിരുന്ന ആരംഭത്തിൽ ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും ദീർഘകാലം യുദ്ധം ചെയ്തു. ശൗൽ മേൽക്കുമേൽ വർദ്ധിച്ചു, ദാവീദ് മേൽക്കുമേൽ വർദ്ധിച്ചു, ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചു. ഈ ഒരു ശത്രുത അത് ബേസായി കിടക്കുകയാണ്. ദാവീദ് എല്ലാ ഇസ്രായേലിലും രാജാവായപ്പോൾ ഈ മുടന്തുള്ളവൻ ഉള്ളിൽ വിദ്വേഷമുണ്ട്. തന്റെ അപ്പൂപ്പനും ചിറ്റപ്പനും വരുന്ന കസേരയിൽ, തന്റെ അപ്പൻ ഇരിക്കേണ്ടുന്ന കസേരയിൽ ഇപ്പോൾ രാജാവായി വാഴുന്ന ദാവീദ് ഉള്ളിൽ വിദ്വേഷം പകാം. എന്നാൽ ഭയം. ഇവിടെ നിന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് രക്തബന്ധത്തിലാണെന്നുണ്ടെങ്കിലും നാളെ എതിർപ്പുണ്ടാകാതിരിക്കുവാൻ ഈ നാളുകളിൽ കണ്ടുവരുന്നത്. എന്നാൽ തനിക്ക് ജീവൻ വേണം എന്ന് വെച്ച് ലോദേബാലിന്റെ അർത്ഥം ഞാൻ എഴുതി നോക്കിയപ്പോൾ പുൽപ്പുറങ്ങളില്ലാത്ത വരണ്ട ദേശം, പാസ്റ്റേഴ്സ്, നോ പാസ്റ്റേഴ്സ്, ഡ്രൈ ലാൻഡ്. ഒരു ഇടയന്മാരും പോലും തന്നെ കണ്ടെത്തരുത്. കാലി മയക്കാൻ വരുന്നവരോ ആട് മയക്കാൻ വരുന്നവരോ പോലും തന്നെ കണ്ടെത്തരുത്. അതിനുവേണ്ടി പുൽപ്പുറങ്ങളില്ലാത്ത ലോദേബാലി അമ്മിയേലിന്റെ മകനായ മാഖീലിന്റെ ഭവനത്തിൽ ഒളിച്ചു പാർക്കുകയാണ്. പകയും വിദ്വേഷവും ഉണ്ട്. ആ ഒരനുഭവത്തിൽ മെഫീബോശെത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തോടുള്ള ശത്രുതയിൽ ദൈവത്തെ മറുതലിച്ചും മറന്നും എത്രയോ ജീവിതങ്ങൾ ഇന്നും ഈ പട്ടണത്തിൽ ഒളിച്ചു പാർക്കുന്നു. നമ്മുടെ ബന്ധങ്ങളിലില്ലേ, നമ്മുടെ ഇടവകയിലില്ലേ, നമ്മുടെ സഹോദരി ബന്ധങ്ങളില്ലേ, സ്നേഹബന്ധങ്ങളിലില്ലേ, ഒരാരാധനയ്ക്ക് വിളിച്ചാൽ പോലും തിരിഞ്ഞു നിൽക്കുന്നു. ഒന്ന് പ്രാർത്ഥിപ്പാൻ സഹകരിക്കുവാൻ പറഞ്ഞാൽ മറച്ചു നിൽക്കുന്നു എത്രയോ ജീവിതങ്ങൾ. മെഫീബോശെത്തിനെ പോലെ പകയുമായി വിദ്വേഷവുമായി വെറുത്ത് മാറി നിൽക്കുന്ന അനേക മനുഷ്യർ. അത്തരം മനുഷ്യരുടെ പ്രതിനിധിയാണ് ഇവിടെ മെഫീബോശെത്ത്. അപ്പോൾ കാര്യസ്ഥനായ സീലയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദാവീദ് ചോദിച്ച ചോദ്യവും മറുപടിയും നമ്മൾ നോക്കിയാണ്. ദാവീദ് ചോദിക്കുന്നു, യോനാഥാൻ നിമിത്തം ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? സീബയുടെ മറുപടി ഒന്ന് ശ്രദ്ധിച്ച് 3 4 മാത്രം. 2 സാമുവേൽ 3 and 4. കാര്യസ്ഥന്റെ ഒരു കാര്യപ്രാപ്തി എന്ന് പറയുന്നത് ആര് എവിടെ
ഏതവസ്ഥയിലുണ്ടെന്ന് കൃത്യമായി അറിയുന്ന ഒരുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ. ആര് എവിടെ ഏതവസ്ഥയിലായിരിക്കുന്നു അതിനെ പൂർണ്ണമായി അറിയുന്ന ഒരു കാര്യസ്ഥൻ. ചോദിച്ചപ്പോൾ മണിമണിയായിട്ടാണ് സീവ ഉത്തരം പറഞ്ഞത്. സങ്കീർത്തനക്കാരൻ പറയുന്നു 139 സങ്കീർത്തനത്തിൽ, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നെ അറിഞ്ഞ ദൈവമേ. വായിച്ച 139 സങ്കീർത്തനം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ സീവയെ നമുക്ക് വ്യക്തമായി കാട്ടിത്തരുന്ന ഒരു വേദഭാഗം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കഴിയാൻ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിളിച്ചാൽ നീ അവിടെയുണ്ട്. സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ കടന്നു. പിന്നെ നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആര് എവിടെ എങ്ങനെ വ്യക്തമായി അറിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നോക്കണം, നമ്മുടെ ഉള്ളങ്ങളെയും ഉൾപ്പൂകളെയും അറിയുന്ന ദൈവം. നാം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുറമേയുള്ള മറവ് കൊണ്ട് ഹൃദയത്തിൽ ഇരുട്ട് സൃഷ്ടിച്ചാൽ അതിനെയും അനലൈസ് ചെയ്ത് അറിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മൾ ഒളിച്ചൊന്നും പാർക്കല്ല. പരസ്യമായിട്ട് ആലയത്തിൽ കുർബാനയും കൊള്ളും, പക്ഷെ ഉള്ളിലെ ഇരുട്ടിനെ അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ്. അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ സീവ. ആ ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് എങ്ങും മാറ്റാൻ കഴിയില്ല, എങ്ങും ഒന്നും മറച്ചു വെക്കുവാൻ കഴിയില്ല. ഈ ഒരു വലിയ ബോധ്യത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മളപ്പോൾ 4 ക്യാരക്ടേഴ്സിനെയും നിഴലിനെ വ്യക്തമായി ഒരെണ്ണോട് ചേർത്ത് മനസ്സിലാക്കി. പിതാവായ ദൈവം ദാവീദ്, പുത്രനായ യേശുക്രിസ്തു യോനാഥാൻ, മെഫീബോശെത്ത് പാപിയായ മനുഷ്യൻ, കാര്യസ്ഥനായ സീബ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇനി മെഫീബോശെത്തിന്റെ എൻകൗണ്ടർ വിത്ത് ദൈവം. നോക്കണം, ദൈവം ഒരു പാപിയായ മനുഷ്യനെ എങ്ങനെയാണ് തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്. ദൈവം എത്ര സ്നേഹത്തോടെയാണ്, എത്ര കരുണയോടെയാണ്, എത്ര കരുതലോടെയാണ് പാപിയായ ഒരു ബലഹീനനെ, ഒരു ശത്രുവിനെ സ്വീകരിക്കുന്നത്. മനസ്സിൽ ആ ഭാഗം നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യണം. മലയാളത്തിൽ ഇവിടെ വായിച്ചു 5 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗം ഉണ്ട്. 5 തൊട്ട് 7 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാൽ അപ്പോൾ ദാവീദ് രാജാവ് ആഗ്രഹിച്ചു, യോനാഥാൻ അമ്മീയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശെത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശെത്തെ എന്ന് വിളിച്ചതിന് അടിയനെന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. 2 കാര്യം കൂടെ നിങ്ങളെ മനസ്സിൽ അതൊന്ന് വിഭാജിച്ചു. നമ്മളിപ്പോ ഈ തോണ്ടി എല്ലാം നേരിട്ട് കാണുന്നതുകൊണ്ട് ഈ തോട്ട് പ്രോസസ് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിരിക്കുകയാണ്. ഒന്ന് ചിന്തിക്കണം. ദാവീദിന്റെ മുമ്പിലേക്ക് ഈ 2 കാര്യം ഗുണത്തുള്ള ഒരു മനുഷ്യൻ പേടിച്ച് വിറച്ചും കൊണ്ടാണ്. കൊല്ലാനാണോ വളർത്താനാണോ ഒരു ബോധ്യവുമില്ല. ആളയച്ചു രാജാവ് ഭയപ്പെട്ട് വന്നിരിക്കുകയാണ്. 2 കാലം മുടന്തിക്കൊണ്ട് ഈ രാജാവിന്റെ മുമ്പിലേക്ക് വന്നിട്ട് നെടുമ്പാടെ വീണ്ടും നമസ്കരിച്ചു എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചുങ്കക്കാരനെ ഓർമ്മ വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ചുങ്കക്കാരൻ പ്രാർത്ഥിപ്പാൻ വന്നിട്ട് സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ തുനിയാതെ, അയ്യോ ഞാൻ പാപി, അയ്യോ ഞാൻ പാപി, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞാൻ യോഗ്യനല്ല. ആ ഒരു അനുഭവത്തിൽ ഭാവിയായ മെഫീബോശെത്ത്
ശത്രുവായ പ്രതീക്ഷിച്ചു ഭയപ്പെട്ട് നിൽക്കുകയാണ്. അവന്റെ ഉള്ളിനെ അവന്റെ തമ്പുരാൻ ഇവിടെ ദാവീദിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട. അങ്ങനെ ആദ്യം ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? വിളിച്ചു. എടാ ശത്രുവിന്റെ മകനെ, ശത്രുവിന്റെ കൊച്ചുമകനെ, ഒളിച്ചു പാർത്തവനെ എന്നാണ് അവന്റെ അപ്പനും അമ്മയും അവനിട്ട് അവനെ ഓമന പേർ ചൊല്ലി വിളിച്ചു. മെഫീബോശേത്തെ അടിയനെന്ന് അവൻ ഉത്തരം പറഞ്ഞപ്പോൾ അവന്റെ ആ നാവിന്റെ വിറയൽ, അവന്റെ ഉള്ളിന്റെ വിറയൽ ഗ്രഹിച്ച ദാവീദ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിന്നെ കൊല്ലാനോ കൂട്ടിയിടാനോ അല്ല ഞാൻ ഈ ഭവനത്തിലേക്ക് വിളിച്ചത്, ഈ കൊട്ടാരത്തിലേക്ക് നിന്നെ വിളിച്ചത് നിന്നെ തകർക്കാനല്ല. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, വ്യതിയാസത്തിന്റെ അനുഭവത്തിൽ ആരെങ്കിലും ഈ ദൈവവചനം ശ്രമിക്കുന്നുവെങ്കിൽ കർത്താവ് നിന്നെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും തമ്പുരാൻ അറിയാത്ത അന്ധകാരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്റെ ജീവിതമായിരിക്കുന്നുവെങ്കിൽ ഈ വചനം ഇപ്പോൾ കേൾക്കുന്നു, പിന്നെ കേൾക്കുമ്പോഴും ശ്രദ്ധിക്കുക. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു. നിന്നെ തകർക്കാനല്ല, നിന്റെ പാപത്തിന്റെ ജീവിതത്തെ ഓർത്ത് നിന്നെ ശിക്ഷിക്കാനല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിതാവിന്റെ അവകാശങ്ങൾ നിനക്ക് മടക്കി നൽകും. യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച്, എന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നിന്നോട് ദയ കാണിച്ച് നിന്റെ പിതാവിന്റെ നിലങ്ങളെ ഞാൻ നിനക്ക് മടക്കി തരും. നിത്യം നീ എന്റെ മേശയിൽ നിന്ന് ഓഹരി ഭക്ഷിക്കും. ഹല്ലേലൂയ. സഖായിയെ വിളിച്ചപ്പോൾ ചുങ്കക്കാരാണല്ല വിളിച്ചത്. സഖായിയെ നീ വേഗം ഇറങ്ങും, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. അവന്റെ വീട്ടിൽ പാർത്തിട്ട് സഖായിയെ ദൈവം തമ്പുരാൻ തന്റെ ഭവനത്തിന്റെ ഓഹരിക്കാരനാക്കി ഈ ഭവനത്തിന്റെ രക്ഷപ്പെട്ടു. അബ്രഹാമിന്റെ സന്തതിയായി നീ ഇപ്പോൾ ആയിത്തീർന്ന് എന്റെ ഭവനത്തിലേക്ക് നീ പ്രവേശിച്ചിരിക്കുക. ഈ ഒരു അനുഭവം ശിക്ഷിക്കാനല്ല. 1997 ഇങ്ങനെ ഒരു ശബ്ദം അബുദാബി മാർത്തോമ ഇടവശന്റെ പാരമ്പര്യത്തിലിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ മുടങ്ങിപ്പോയി. ഈ ലോകത്തിന്റെ എല്ലാ ഘട്ട അനുഭവങ്ങളിലും കൂടെ ജീവിച്ച ഒരു യുവതി കോളേജ് പഠന കാലത്ത് പഠിക്കുവാൻ പോയപ്പോൾ വേദപുസ്തകവും നമ്മൾ തന്നുവിട്ട കൊച്ചുകുഞ്ഞു പ്രദേശത്തെ പാഠപുസ്തകം ഒക്കെ ആയിട്ടാണ് പഠനത്തിനായിട്ട് പോയത്. എന്നാൽ കൊല്ലത്ത് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടചേർന്ന് കഴിഞ്ഞപ്പോൾ ദൈവം ബലഹീനനായ മനുഷ്യന്റെ ഒരു ഇമാജിനേഷൻ മാത്രമല്ല, മനുഷ്യനെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ അതിലും വലിയ തത്വശാസ്ത്രങ്ങളൊക്കെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ വേദപുസ്തകം താഴെ വെച്ചു, പാഠപുസ്തകം വലിച്ചെറിഞ്ഞു. 14 വർഷങ്ങൾ മെഫീബോശേത്തിനെ പോലെ ശത്രുതയിൽ ജീവിതത്തിന്റെ അന്ധകാരത്തിൽ കഴിഞ്ഞു. മുസഫായിൽ നിന്നും ക്യാമ്പിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഒരു ടാക്സി മധ്യത്തിൽ അബുദാബി മാർത്തോമായ സഖ്യത്തിലെ ചില യൗവനക്കാർ, അവരിൽ വ്യാപരിച്ചത് ഈ സീബായുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ടാക്സിയെ വെച്ചിട്ടുണ്ട്. കൂട്ടായ്മയിലേക്കും ആരാധനയിലേക്കും ക്ഷണിച്ച് അവരുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒരു കൂട്ടായ്മയിലേക്ക് കടന്നില്ല. അപ്പോഴും എന്റെ കബോർഡിൽ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ച ഉൾബോട്ടിലുകൾ ഉണ്ടായി. എന്നാൽ നിരന്തരമുള്ള സ്നേഹത്തോടുള്ള നിർബന്ധത്തിന് 2-3 കൂട്ടായ്മകളിൽ കടന്നു നിന്നപ്പോൾ ആ കൂട്ടായ്മകളിലെ മുതിർന്നവർ സ്നേഹത്തോടെ പറഞ്ഞു, വ്യാഴാഴ്ച വീക്കെൻഡ് അവധിയല്ലേ, ഇടവശത്തിലേക്ക് കടന്നു വരണം, ആഴമായ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളുണ്ട്, അന്ന് കേൾക്കണം. അങ്ങനെ ആ മുതിർന്നവരുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ 98 കാലത്ത് ഇടവശത്തിലേക്ക് പോയത്. ഉള്ളിൽ ഏറ്റെടുത്തിട്ടില്ല, വിശ്വസിക്കുന്നില്ല. ഉള്ളിലെ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം കൊണ്ടു നടന്ന് മനസ്സ് നരമ്പിച്ചിരിക്കുന്ന ഒരു കാലം. എന്നാൽ ഒരു സാക്ഷിലോകത്തിന്റെ മധ്യത്തിൽ ദൈവവചനവും സാക്ഷ്യവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വിളി, അമ്മ എന്നെ വിളിക്കുന്ന വിളി, കുര്യനെ തന്നെ
പറഞ്ഞ അന്ധകാലത്തിന്റെ അനുഭവങ്ങളെ എന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം ആ ഉൾമുറിയിൽ സെൻട്രൽ ആലൂസിന്റെ അപ്പർശാഖലിലെ ഒരു ഉൾമുറിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ കഴിയും. അന്ന് ഈ വീണതുപോലെ തമ്പുരാന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി സറണ്ടർ ചെയ്തതാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ നമ്മെ സ്നേഹിക്കുന്നു. എന്നെ അവനെ വിളിച്ചത് എന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ ലക്ഷ്യമാകല്ല. ഞാൻ മോശക്കാരനായിരുന്നു എന്നോട് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവമക്കൾ എന്നെ മോശക്കാരനായിട്ടല്ല സ്വീകരിച്ചത്. ദൈവത്തിന്റെ സ്നേഹം അവരിൽ വ്യാപിച്ചപ്പോൾ അവരൊരു സഹോദരനായി കണ്ട് ഈ മേശയ്ക്കലെയോ ദൈവം ഇടയാക്കി. നോക്കണം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇനി അലിഗോറിയല്ല ഞാൻ പറയുന്നത്. അന്യാപദേശം ഇന്റർപ്രട്ടേഷൻ ആ രീതിയിലല്ല പോകുന്നത്. പൗലോസിന്റെ ശുദ്ധമായ ദൈവശാസ്ത്രം ഇനി ഞാൻ പറയാം. നോക്കിയാൽ വായിച്ചാൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1:26 മുതൽ 29 വരെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ രക്ഷിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷകമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ രക്ഷിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ശാന്തമായി നാം ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ വിളികളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ മെറിറ്റ് കൊണ്ടാണോ നാം ഇവിടെ ആയിരിക്കുന്നത്? നമ്മുടെ മെറിറ്റ് കൊണ്ടാണോ ഇവിടെ നിന്ന് നമുക്ക് പാടാൻ കഴിഞ്ഞത്? നമ്മുടെ മെറിറ്റ് കൊണ്ടാണോ ഈ ആലയത്തിലെ വിവിധ ശുശ്രൂഷകളെ ഓഹരിക്കാനായി നാം തീർന്നിരിക്കുന്നത്? ജ്ഞാനികളെ ലഭിപ്പാൻ ദൈവം ജ്ഞാനമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു, പോഷകമായതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലഭിപ്പാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. പാരമ്പര്യം പറയുന്നതിനെ ലഭിപ്പാൻ കുലഹീനവും നികൃഷ്ടവുമായതിനെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തു. കർത്താവിന്റെ ഈ വിളിക്ക് ജീവിതം സമർപ്പിച്ചപ്പോൾ ആഗ്രഹം എന്തെങ്കിലും ഈ ദൈവത്തിന് വേണ്ടി ചെയ്യണം. അന്ധകാരത്തിൽ നിന്ന് സ്നേഹത്തോടെ വിളിച്ച് ശിക്ഷിക്കാതെ, ഞാനൊരു റിഫൈനറിയുടെ ഫീൽഡിലാണ് ഈ 30 വർഷത്തോളം അങ്ങനെ തന്നെയാണ്. അപകടം നിറഞ്ഞ ഒരു മേഖല, ഒരു സ്പാർക്ക് ഉണ്ടായാൽ തീ. എത്രയോ ഉയരങ്ങളിൽ നിന്ന് ജോലി ചെയ്ത സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ റോട്ടറി എക്യുപ്മെന്റ്സ്, കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്പം സ്ലിപ്പായി കഴിഞ്ഞാൽ 3000 RPM കറങ്ങുന്നവരുടെ വീട്. ഒരു ദിവസം ഒരു 36 എക്യുപ്മെന്റ് വിസിറ്റ് ചെയ്ത് അതിന്റെ കാര്യം ചെക്ക് ചെയ്യും. തീ പിടിക്കാമോ, പൊട്ടിത്തെറിക്കാമോ അനുഭവങ്ങളിലൊക്കെ. ഇതിന്റെ ഇടയിൽ 2 അപകടങ്ങളുണ്ടായി. കൈ പൊള്ളലേറ്റു, കൈ ഒടിഞ്ഞു. അവിടെ എല്ലാം അനർത്ഥം വ്യസന കാരണമാകാതെ സൂക്ഷിച്ച ഒരു ദൈവം തമ്പുരാൻ, ബലഹീനമായതിനെ തെരഞ്ഞെടുക്കുന്നവരെ, 2 കാലും ഉണർന്നുള്ള ഇവനെ എന്തിന് തെരഞ്ഞെടുത്തു? കൊട്ടാരത്തിന്റെ വാതിൽക്കൽ ഒരു വാതിൽക്കാവൽക്കാരനായി നിൽക്കാൻ കാലിന് ബലമില്ലാത്തവനെ ദാവീദ് മേശയിൽ ഓഹരി കൊടുത്ത് തന്റെ മക്കളിൽ ഒരുവനെ പോലെ വളർത്തി. തന്റെ പുത്രന്മാരിൽ രാജകുമാരന്മാരിൽ ഒരുവനെ പോലെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യം ചേർന്ന മിനിസ്ട്രി സദസ്സമല്ല, പഠിപ്പിക്കാനല്ല. മുസഫായി 10-12 ഭാഗ്യം അബുദാബി സെന്റാൻഡ്രൂസിലെ സദസ്സുകളുണ്ട്. കുഞ്ഞുങ്ങളെ ബസ്സിൽ കയറ്റി വിടുമ്പോൾ ഒരു ആന്റി മാത്രമാണ് ടീച്ചറായിട്ടുള്ളത്. 10-14 പിള്ളേർ ബസ്സിനകത്ത് കൂടി കളിക്കും. ബ്രേക്ക് ഓടിയാൽ വീഴും. ആന്റി പറഞ്ഞു, ഞാൻ സഹികെട്ട് ആരെങ്കിലും സഹായിക്കും. ബസ്സെ ഒരു കിളിയായിട്ടാണ് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ ചുമതലപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വേല തുടങ്ങിയത് സൺഡേ സ്കൂൾ ബസ്സിന്റെ ബസ് അസിസ്റ്റന്റായിട്ട്. എനിക്ക് തമ്പുരാനെ ഒന്ന് സ്നേഹിക്കണം, അവനെ ഒന്ന് സേവിക്കണം. അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ എന്റെ ആഗ്രഹവും എന്റെ ആവേശവും കണ്ടപ്പോൾ അന്നിരുന്ന അച്ഛനും ഗർഭാസം കൂടെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ 1-ാം ക്ലാസ് ലോഡ്സ് പ്രയർ അറിയത്തില്ല. കുഞ്ഞുങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഹലോഡ് ബിയോനെയും യുദ്ധ കുരിശു വരയ്ക്കണമെന്ന് അറിയത്തില്ല.
കർത്താവിന്റെ സന്നിധി. ഈ അടുത്ത സമയത്ത് ഞാൻ ലൂയിസുമായി സംസാരിച്ചപ്പോൾ ലൂയിസ് ഈ അനുഭവം പറഞ്ഞു. തമ്പുരാന്റെ സന്നിധി ഒരു ഇംഗ്ലീഷ് വേർഷൻ വാക്യം വായിക്കുവാൻ ഹൃദയം ചഞ്ചലപ്പെട്ട നാളുകൾ. ഞാനിങ്ങനെ ജീവിപ്പാൻ പോഷത്വമായത് ഞങ്ങൾ ഒരുമിച്ച് ദൈവം പഠിച്ചിട്ടുള്ളത് ആദ്യം നാളുകളിൽ പോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. 1ാം ക്ലാസ് പഠിപ്പിച്ച് 2ാം ക്ലാസ് പഠിപ്പിച്ച് അവസരം തന്ന് 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചപ്പോൾ കുഞ്ഞുങ്ങളും പഠിച്ചു, ഒപ്പം ഞാനും പഠിച്ചു. 3 വർഷക്കാലം പൊതുവെ സൺഡേ സ്കൂളിന്റെ രക്വാസമ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൃപ ചെയ്തു. മെഫീബോശത്തെ നിന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ വിളിക്കുന്നത് നിന്നെ ശിക്ഷിക്കാനല്ല, നിന്റെ പഴയ കാലം പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്താനല്ല, അതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാൻ സാക്ഷ്യത്തോടെ പറയുകയാണ്. ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. റോമാലേഖനത്തിൽ വീണ്ടും പൗലോസ് പറയുമ്പോഴുണ്ട്, ദൈവമോ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്റെ പുത്രനാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ. റോമാലേഖനം 5-ന്റെ 6, 8, 10 3 വാക്യങ്ങൾ വായിക്കട്ടെ. നമ്മുടെ സമയം ദീർഘമായി പോകുന്നു, അതുകൊണ്ട് വായിക്കട്ടെ. ഇങ്ങനെ കടന്നു വരുമ്പോൾ ദൈവം നൽകുന്ന പ്രിവിലേജസ് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കാം. വായിച്ച് 2 സാമുവേൽ 9 അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യം. നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയനെയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ വൃദ്ധനായ സീതയെ വിളിപ്പിച്ച് അവരോട് കൽപ്പിച്ചത്, ശൗലിനും അവന്റെ സകല ഗൃഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനന്റെ മകന് ഒരുക്കിയിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരം ഉണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. ഭവനത്തിലേക്ക് വിളിച്ചു, ശിക്ഷിച്ചില്ല, ജയിലിലടച്ചില്ല. രാജകുമാരന്മാരെ പോലെ തന്റെ അരമനയിലേക്ക് വിളിച്ച് മേശയിൽ നിന്ന് പോയി. നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം. പിന്നെ ചെയ്തെന്താണ്? കൈനസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പന്റെ അവകാശം ഞാൻ അവന് മടക്കി കൊടുത്തു. ആ നിലം നീ ഇവന് വേണ്ടി കൃഷി ചെയ്യും. അപ്പൊ കാര്യസ്ഥൻ കൃഷി ചെയ്ത് എടുക്കുന്ന ഒരു വിളവുണ്ട്, മേശയെങ്കിൽ ലഭിക്കുന്നതായ ഒരു ഭക്ഷണമുണ്ട്. ഞാൻ ഇങ്ങനെ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ദേശത്ത് തമ്പുരാനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ആഹാരം ഉണ്ടാകുക, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആവുമിതം ഓഹരി കൊടുക്കുവാൻ മേശയ്ക്ക് അഡ്മോക്ക് മുഖാന്തരം ദൈവം എനിക്ക് തന്നു. നന്ദിയോടെ സ്തോത്രം. 1 മാസം പോലും മുടങ്ങാതെ ദൈവം തമ്പുരാൻ ആഹാരത്തിന്റെ ഓഹരി മേശയ്ക്ക് ഇവിടുത്തെ ഗവൺമെന്റിന്റെ പണം തമ്പുരാൻ തന്നു. നന്ദിയോടെ സ്തോത്രം. അപ്പോ കാര്യസ്ഥൻ കൃഷി ചെയ്തതോ 96 ഈ ദേശത്തേക്ക് വരുന്നതിന് മുമ്പ് ബോംബെയിൽ കൂട്ടുകാരുമൊക്കെ മദ്യപിച്ച് കിടക്കുമ്പോൾ ആ മുറിയുടെ മൂലയ്ക്ക് കിടന്നിട്ട് ഒരു വേദപുസ്തകം ഉണ്ടായിട്ടുണ്ട്. 98 കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്യാമ്പിലേക്ക് മടങ്ങുമ്പോൾ പെട്ടിയിൽ മടക്കി വെച്ചിരുന്ന ആ വേദപുസ്തകം ഞാൻ കൊണ്ടുതട്ടി എടുത്തു. അത് മടക്കി വെച്ചതിന്റെ കാരണം വായിക്കുമ്പോൾ കവിത എഴുതുവാൻ ചില പോയിന്റ്സ്, ചില ആശയങ്ങൾ ഇതിനു വേണ്ടി ബോംബെയിലെ ഷൂസും സോക്സും ഒക്കെ കൂട്ടിയിട്ടിരുന്നിടത്തുനിന്ന് കൂട്ടുകാരാണ് ഉപേക്ഷിച്ച് സൗദിക്ക് പോയപ്പോൾ ഉപേക്ഷിച്ച വേദപുസ്തകം എടുത്തിട്ട് പെട്ടിയിൽ വെച്ചത്. നാളുകൾക്ക് ശേഷം അങ്ങനെയാണ് വേദപുസ്തകം തൊട്ടു. ആ വേദപുസ്തകം 98 ജനുവരി മാസം 28-ാം തീയതി രാത്രി ക്യാമ്പിൽ വന്ന് പെട്ടിയിൽ നിന്ന് പുറപ്പെടുത്തു. കാര്യസ്ഥൻ സീബ കൃഷി ചെയ്ത് തുടങ്ങി. നന്ദിയോടെ സ്തോത്രം. മനോരമ വായിച്ചതുപോലെ അല്ല പിന്നെ വേദപുസ്തകം വായിച്ചിട്ടുള്ളത്. ഒരു കഥ എഴുതാൻ ഒരു ചരിത്രപുസ്തകം വായിക്കുന്നത് പോലെ ഒരു സംഭവം വായിക്കുകയായിരുന്നില്ല. തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രിയുടെ യാമങ്ങളിൽ ക്യാമ്പിന്റെ മെസ്ഹാളിൽ ഇരുന്ന് എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ വചനത്തിന്റെ മുൻപാകെ കണ്ണുനീരോടെ ഇരുന്നപ്പോൾ അവൻ കൃഷി ചെയ്തു. അനേകർക്ക് അനുഗ്രഹമായി ദൈവത്തിന്റെ കാര്യസ്ഥൻ സീബ എന്റെ ഉള്ളിൽ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
നെടുകയും കുറുകയും അബുദാബി പീഠങ്ങളിൽ മുസഫായ പീഠങ്ങളിൽ ഓടുവാൻ ഈ കൃഷിയുടെ വിളവ് വീണ്ടും വീണ്ടും വിതരണം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ വർഷത്തെ ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും അന്ധകാരത്തിൽ നിന്നായിരിക്കുമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉടന്തമായിട്ടല്ല സമർപ്പിച്ചവരായിരിക്കാം. എന്നാലും ഹൃദയത്തിൽ ചില അന്ധകാരങ്ങളുമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ നമ്മൾ സമർപ്പണത്തിലേക്ക് വരികയാണ്. അവൻ നിന്നെ വിളിക്കും, അവൻ നിന്നെ സ്നേഹിക്കും. ഈ പ്രിവിലേജുകളെല്ലാം തന്ന് നാം ആയിരിക്കുമ്പോഴും ജാഗ്രത. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ നമ്മളെ വീഴ്ത്തുവാനായിട്ട് കറങ്ങി നടക്കുക. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ വഴിതെറ്റിക്കുവാൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സമർപ്പിക്കപ്പെട്ട ദൈവവേദനായിരിക്കാം. ഈ ലോകത്തിന്റെ കറ പുരളുവാൻ നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ ഒന്ന് തുറക്കണം. ഇങ്ങനെ ജീവിച്ച മെഫീബോശേത്തിന്റെ തലയിൽ വാളുമായി ഗിബെയോനിൽ വന്ന ഒരു സംഭവം 2 ശമൂവേൽ 21-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വായിച്ചു. 2 ശമൂവേൽ 21:1. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അതവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബെയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഗിബെയോന്യർ ഇസ്രായേലിയരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേലിയർക്കും യഹൂദർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബെയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിഷ്ഠാനം ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബെയോന്യർ അവനോട്, ശൗലിനോടും അവന്റെ ഗ്രഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാമെന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തു നിന്നും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവരുടെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വചനായ ശൗലിനെ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൗലിന്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശത്തിനെ ഒഴിച്ചു. മെഫീബോശത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ട് ഗിബെയോന്യർ വന്നിരിക്കുന്നു. ഒരു പഴയ മുഖപ്പണിയുടെ പേരിലാണ് അത്. യോശുവയുടെ പുസ്തകത്തിലുണ്ട്. ദേശങ്ങൾ പിടിച്ചടക്കിയപ്പോൾ അമോര്യരിൽ ഒരു വിഭാഗം ഗിബെയോന്യർ യോശുവയുമായി ഉടമ്പടി, ഞങ്ങൾ യുദ്ധത്തിനില്ല, നിങ്ങൾ ഞങ്ങളുടെ യുദ്ധത്തിന് വരും. അവരെ അങ്ങനെ അമിക്കബിളാക്കി സെറ്റ് ചെയ്തു. ബാക്കി ദേശങ്ങളെ യോശുവ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഇസ്രായേലിൽ വിഭാഗിച്ചു. ഗിബെയോന്യർ അങ്ങനെ അവരുമായിട്ടുള്ള സഖ്യതയിൽ ജീവിച്ചു വരുമ്പോഴാണ് ശൗൽ ആദ്യത്തെ രാജാവാണ്. അപ്പോൾ തലയിൽ തന്റെ എരിവിൽ ഈ ഗിബെയോന്യരിൽ അനേകരെ വെട്ടിക്കൊണ്ടു. ഇപ്പോൾ ദാവീദിന്റെ കാലത്ത് 3 വർഷം ശക്തമായ ക്ഷാമവും വരൾച്ചയും. കാരണം അന്വേഷിച്ച് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ശൗൽ നിമിത്തം. അവൻ ഗിബെയോന്യരെ കൊന്നതുകൊണ്ട് അവൻ ചെയ്ത രക്തപാതക നിമിത്തമാണിത്. അപ്പൊ അതിന്റെ പ്രതിവിധി അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രതിവിധി പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നത് അല്ല. വല്ല ഓർമ്മ വരുന്നു? മെഫീബോശത്തെ നിന്റെ തലയ്ക്ക് ശത്രു വച്ചിരിക്കുന്ന വാളിന് പൊന്നും വെള്ളിയും കൊണ്ട് നീക്കുപോക്കില്ല. പത്രോസ് പറഞ്ഞു, ഈ പഴയ നടപ്പിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി കൊണ്ടുപോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടാണ്. യോനാഥാൻ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിനക്ക് വേണ്ടി വാദിക്കുന്നു. 7 മക്കളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുവനാരായിരുന്നു? മെഫീബോശത്തായിരുന്നു. യോനാഥാൻ നിമിത്തം അവനെ
ജാഗ്രത. പിശാചരമെന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് ചുറ്റി നടക്കുന്നു, നിന്നെ തെറ്റിക്കും. നിന്റെ രക്തത്തിന്റെ വില പറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു നിമിത്തം നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവന്റെ ചോരയാൽ നിന്നെ കഴുകി നിർത്തിയിരിക്കുമ്പോൾ ജാഗ്രതയോടെ ജീവിക്കുക. അവിടെയും തമ്പുരാൻ നിനക്ക് മറവൊരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമയം ഒരുപക്ഷെ 3-ാം ദിവസമായിരിക്കാം ഹൃദയത്തിലോ കമ്മിറ്റിയിലോ ഒക്കെ സമർപ്പണത്തിന്റെ തീരുമാനം ദൈവാത്മാവ് എന്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തിന്റെ സമയമാണ്. ഒരുപക്ഷെ ആരുടെയെങ്കിലും ഒക്കെ ഹൃദയങ്ങളിൽ സീബ ഇടപെട്ടിട്ടുണ്ട്. കാര്യസ്ഥന് ചില വ്യക്തികളെ ഏർപ്പെട്ടിട്ടുണ്ട്. അത് വളരുവാൻ അവൻ കൃഷി ചെയ്യും. ആ കൃഷി അനുഗ്രഹമായി ഈ ദേശത്ത്, ഈ ഇടവകയിൽ കൂട്ടായ്മ, ഇവിടുത്തെ പട്ടണത്തിൽ, ഇവിടുത്തെ ക്യാമ്പുകളിലൊക്കെ ഈ വചനത്തിന്റെ ചലനങ്ങൾ ഉണ്ടാകും. ഇവിടെ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് കേട്ട വചനത്തിന്റെ പ്രചാരകരായിട്ട് ഇന്ന് ഏറ്റെടുക്കുന്നതായ, ഇന്ന് ഹൃദയത്തിൽ വീണിരിക്കുന്നതായ ഈ വചനം ഹൃദയത്തിൽ മുളപ്പിച്ച് അതിന്റെ ഫലവുമായിട്ട് ഈ പട്ടണത്തിലേക്ക് സഞ്ചരിക്കുവാൻ ഇവിടെ കർത്താവിന് ചിലരെ ആവശ്യമുണ്ട്. സമർപ്പണത്തിന്റെ സമയം. പ്രിയമുള്ളവരെ, ഇടവും മലവും കണ്ണട കേട്ട വചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് തമ്പുരാനെ ഞാൻ ഏതനുഭവത്തിലായിരിക്കും എന്നുള്ളത് ഉള്ളതിൽ കൊണ്ട് പറയുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവാ ദൈവമേ, നീ തൊട്ടല്ലോ കർത്താവേ. ഈ ദേശത്ത് നീ എത്ര നാളുണ്ടെന്ന് ഞങ്ങൾ അറിയത്തില്ല. എത്ര നാൾ നിൽക്കുന്നുവോ അങ്ങയുടെ ശിഷ്യന്മാരായി, അങ്ങയുടെ വചനത്തിന്റെ കൂട്ടുവേലക്കാരായിട്ട് നിൽക്കാൻ കർത്താവേ ഒരു സമർപ്പണം. കർത്താവേ, ഞാൻ ഇപ്പോഴും പാതി അന്ധകാരത്തിലായിപ്പോയി. ദൈവമേ, നിന്റെ ഒരു വിടുതൽ നെഞ്ചൽമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താല്പര്യമുള്ളവർ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ മുമ്പോട്ട് വന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അതിനുശേഷം ബാക്കി ക്രമീകരണം ശുശ്രൂഷ മുന്നോട്ട് വഹിക്കാം. ഒരു പാട്ട് പാടിയിട്ട് ഞാൻ കർത്താവേ, ലോകത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോൾ ബലഹീനരും ഭാവികളുമായി ഈ ലോക